ഹലോ, അപ്പോൾ ഇതാ ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ചിട്ടുള്ള പലതരം വിഭവങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ട തന്നെയാണ്. ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ സൈഡ് ഡിഷായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം മുട്ട ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അടുത്ത റെസിപ്പിക്ക് വേവിച്ച മുട്ട വേണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിവിടെ വേവട്ടെ. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം കാണിക്കുന്നത് മുട്ട വെച്ചിട്ടുള്ളൊരു പിസ്സ ടൈപ്പിലുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. 3-4 മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 മുട്ടയാണ് ഇതിലോട്ടിപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരിച്ചിരി കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫ്രൈ പാൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ മുട്ട എടുക്കാനായിട്ട്. വലിയ ഫ്രൈ പാനാണെങ്കിൽ 5 മുട്ട വരെ എടുക്കാട്ടെ. ഞാനിപ്പോൾ വീണ്ടും ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എനിക്ക് പോരാന്ന് തോന്നിയപ്പോൾ. മൊത്തത്തിൽ 4 മുട്ടയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഒരു മുട്ടക്കൂട്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ നല്ല ചൂടായ ശേഷം ഫ്ലെയിം നല്ലോണം കുറക്കുക. ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതിലോട്ട് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കുക. ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടക്കൂട്ട് മൊത്തത്തിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകളിലോട്ട് മുട്ട വേകുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ തക്കാളി നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഗ്യാപ്പുള്ളെടുത്ത് സവാള അരിഞ്ഞ് വെച്ചത് ബാലൻസ് ഉള്ളതും കൂടെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മല്ലിയില അരിഞ്ഞത് വിതറി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് പറഞ്ഞൊരു ടേസ്റ്റ്, കാണാനും ഭംഗി, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വേണ്ടെങ്കിലും ഒഴിവാക്കാം, പക്ഷേ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പിൻ്റെ അടുത്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക, ഗ്രേറ്റ് ചെയ്തത്. ഇനി ഇതിലോട്ട് ഒറിഗാനോ കുറച്ച് വിതറി കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. കുറച്ച് നേരം വെച്ചാൽ മതി, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് പിന്നെ മുട്ട മുകൾ ഭാഗമൊക്കെ ഒന്ന് നമുക്കറിയാമല്ലോ, വെന്ത് വരുമ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ നമ്മളിത് സൈഡൊക്കെ ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്തിട്ട് വേറൊരു പാൻ ഞാൻ ഓൾറെഡി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഒരിച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് കമഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റേ ഭാഗം കൂടെ നമുക്കൊന്ന് വേവിച്ച് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് നമുക്കിത് മാറ്റാം ഈ ഒരു പാനിൽ നിന്നും. അപ്പോൾ ഇതായിട്ടുണ്ട്. ഒരുപാട് നേരം വെക്കേണ്ടതില്ല, ഒരു 2-3 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കമഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. പിന്നെ ഒന്നല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാനിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ കമഴ്ത്തി കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ കാണുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് ഇങ്ങനെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിതിലോട്ട് അധികം അങ്ങനെ ചേരുവയൊന്നുമില്ല, മുട്ട മാത്രമാണ് മെയിൻ. പിന്നെ ക്യാപ്സിക്കം, തക്കാളി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ചീസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മസാല ബുൾസൈയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ 1-2 ടേബിൾ സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം. ഏത് എണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പൊട്ടി വരുമ്പോഴേക്കും ഇതിലോട്ട് 1/2 ടീസ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം
കളർ മാറി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു സവാള, മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, ക്രഷ് ചെയ്തതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഉടയുന്ന പരുവം ആകുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിമൊക്കെ കൂട്ടാട്ടോ. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരിച്ചിരി. അതുപോലെ കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരിച്ചിരി. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലോട്ട് വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്. നമുക്കിതൊരു തിക്കായിട്ടുള്ളൊരു പരുവാണ് വേണ്ടത്. ഇത് വെന്ത് വരുമ്പോഴേക്കും വെള്ളം കൂടുതലുണ്ടെങ്കിൽ പിന്നീട് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലോട്ട് നോക്കിയിട്ട് വെള്ളം ഒരിച്ചിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കൊന്ന് നോക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് തീരെ വെള്ളമില്ല, തക്കാളി വെന്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം ഒരിച്ചിരി ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല പാകത്തിനുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. ഉപ്പ് നോക്കിയിട്ട് ഈ ഒരു സമയത്ത് പോരാ എന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 3 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നുണ്ടത്. അപ്പോൾ 3 മുട്ട ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരിച്ചിരി കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ ഒരു നുള്ള് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുരുമുളക് പൊടിയും അതുപോലെ ചാറ്റ് മസാല ഒക്കെ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയിൽ അരിഞ്ഞതും കൂടെ കുറച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു മുട്ട ഒന്ന് വെന്ത് കിട്ടണം. നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കാനൊന്നുമില്ല, ജസ്റ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ടാണ് വെക്കേണ്ടത് നമ്മളിതുപോലെ മൂടി വെക്കുമ്പോൾ. അപ്പോൾ മുട്ടയുടെ ഈ ഒരു മഞ്ഞക്കരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ഒന്നും ഇളക്കി കൊടുക്കാൻ അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല. ഇതുപോലെ തന്നെയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ടും ഇത് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്നാക്കായിട്ട് ഈവനിങ്ങിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലൊക്കെ നമുക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളിത് സെർവ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെയാണ് ഈ ഒരു മസാലയും അതുപോലെ ഈ ഒരു മുട്ടയും ഒക്കെ ആയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വേറെന്നൊരു ടേസ്റ്റാണ് ഈ ഒരു ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇത് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് മുട്ട വെച്ചിട്ട് മുട്ട വരഞ്ഞ് പൊരിച്ചതാണ്. ഇതും എളുപ്പമാണ്, ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 5 മുട്ടയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് മുകൾ ഭാഗം മാത്രം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. മുട്ടയല്ല പെട്ടെന്ന് പൊട്ടിപ്പോകും. അകത്തോട്ടൊന്നും നല്ലോണം ആഴത്തിലിട്ട് കൊടുക്കരുത്. മുകൾ ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 5 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് 6 മുട്ട ഈ ഒരളവിൽ ഞാൻ കാണിക്കുന്ന അളവിൽ 6 മുട്ട പൊരിച്ചെടുക്കാം. അപ്പോൾ മുട്ട വേവിച്ചെടുക്കുമ്പോൾ നല്ല പാകത്തിനുള്ള വേവിച്ചെടുക്കാം കേട്ടോ. അധികം കുറേ ഓവറായിട്ട് വേവിച്ചെടുക്കണ്ട. പക്ഷെ ഒട്ടും വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ പാകത്തിനുള്ള വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ സാധാരണ ചെയ്യാറുള്ള മസാല തന്നെയാണ് വേണ്ടത്. പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ ഒരിച്ചിരി വെള്ളം ചേർത്തിട്ട് കുറച്ച് തിക്കായിട്ടാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഒരു പേസ്റ്റ് പരുവത്തിൽ, തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് പരുവത്തിൽ ഇത് റെഡിയാക്കി എടുക്കുക.
വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. ആദ്യം തന്നെ ഒരുപാട് ചേർക്കുമ്പോൾ നല്ലോണം ലൂസായി പോയാൽ നമുക്കിത് അത്ര നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള തിക്നെസ്സോടെ നമ്മൾ ഈ ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഇതിലോട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. മുട്ടയിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം എല്ലാ ഭാഗത്തും. അപ്പോൾ ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു മുട്ട പൊട്ടിപ്പോയി. അപ്പോൾ സാവധാനം വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ്, നല്ല പാകത്തിന് വെന്തിട്ടുള്ള മുട്ടയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവും, പൊടിഞ്ഞു പോകും നമ്മളിങ്ങനെ അമർത്തി മിക്സ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം കൂടെ. അപ്പോൾ സാവധാനം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ഒരു കാര്യം വിട്ടുപോയി, ഒരു ഇച്ചിരി കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നേരത്തെ തന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി, കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊരിച്ചെടുക്കാം. മസാലയൊക്കെ പിടിക്കാൻ കുറച്ച് നേരം മാറ്റി വെക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ നല്ലതാണ്. നമ്മൾ സാധാരണ എന്താണെങ്കിലും നമ്മൾ മസാല പുരട്ടി വെക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും എണ്ണ ചേർത്ത് കൊടുക്കണ്ട. ഓവറായിട്ട് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് എണ്ണ ചേർത്തിട്ട് ഇതുപോലെ മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം 4 മുട്ട ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരളവിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു മസാലയിൽ നമുക്ക് 6 മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് മസാല ബാക്കിയുണ്ട്. അപ്പോൾ ഇനി 2 മുട്ടയും കൂടി ഇതിൽ പിന്നീട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നല്ലോണം ഇങ്ങനെ ഇതാക്കിയിട്ടല്ല, സാവധാനം ഇതുപോലെ തിരിച്ച് മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിലുള്ള മസാലയൊക്കെ ഇങ്ങനെ മുട്ടയിൽ തന്നെ മസാല പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ മസാലയൊക്കെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ ഉരുട്ടി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് പാൻ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാറ്റാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര മുട്ട വേണം അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാ മുട്ട പുഴുങ്ങിയെടുക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും, വലിയ പണിയൊന്നുമില്ല. അപ്പം നല്ല ചൂട് ചായക്കൊപ്പം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ 2 മുട്ട ബാക്കിയുള്ള മസാലയിൽ ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് 6 മുട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, നേരത്തെ കാണിച്ച മസാലയിൽ. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് എഗ് ക്യാപ്സിക്കമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു ബൗളിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ചെറിയ ക്യാപ്സിക്കം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തത്, ഒരു 1/4 ഇഞ്ചും വേണ്ട, അതിനേക്കാളും കുറവായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പാകത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ക്യാപ്സിക്കം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരെ പകുതി എന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ മാറ്റണം കംപ്ലീറ്റ്. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ക്യാപ്സിക്കം 1/4 പാകം എന്ന രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. ഞാൻ നേരെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മുട്ടക്കൂട്ട് ഇതിൻ്റെ അകത്ത് നിറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുട്ടക്കൂട്ടൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ, വലുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ മുട്ട ഒരിച്ചിരി കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ മൊസറല്ല ചീസൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇനി ഒരിച്ചിരി മല്ലിയിൽ അരിഞ്ഞതും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കുക. ഈ ഒരു ക്യാപ്സിക്കം നന്നായിട്ട് വാടി കിട്ടണം. അതുപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒഴിച്ച മുട്ടയും നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ക്യാപ്സിക്കം കണ്ടില്ല, കളറൊക്കെ മാറി വാടി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. കാണാനൊക്കെ ഒരു ഭംഗി ഇതുപോലെ അല്ലേ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോൾ കട്ട് ചെയ്താൽ മതി.
അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ക്യാപ്സിക്കം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് സ്റ്റഫ്ഡ് എഗ് ക്യാപ്സിക്കം റിംഗ് ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത പൊട്ടാറ്റോയാണ്. നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിൽ കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇതുപോലെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് വേണ്ടത് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. സവാള അരിഞ്ഞത്, ഒരു പകുതി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാളയുടെ പകുതി. അതുപോലെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില, ഇഞ്ചി ക്രഷ് ചെയ്തത് ഒരു ഇച്ചിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ചാറ്റ് മസാല ഒരു നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് പരുവത്തിലാണ് വേണ്ടത്. ഇതിൻ്റെ ഒരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് പരുവത്തിലാണ് ഈ ഒരു മസാല വേണ്ടത്. ലൂസായിട്ടല്ല കേട്ടോ. ലൂസായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ പുറത്തോട്ട് ഒഴുകി വരും. അപ്പോൾ മുട്ടയൊക്കെ ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സോടെ മതി. ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കുക. ചൂടായി വരുമ്പോഴേക്കും ഒരിച്ചിരി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറക്കുക. കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തത് ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് 3 സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫില്ല് ചെയ്ത് നോക്കിയിട്ട് പിന്നെ നമുക്ക് ബാലൻസ് ഉള്ളതിനനുസരിച്ച് പിന്നെയും ക്യാപ്സിക്കം സ്ലൈസ് ചെയ്ത് വെച്ചാൽ മതി. ഓൾറെഡി ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നോക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഫില്ല് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ ഇതിൽ നിറച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നിറച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഇതിലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ വേറെ 2 കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നിറച്ചെണ്ണ ഇട്ട് കൊടുക്കാം. മസാല നമുക്ക് 5 റിങ്സ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരളവിൽ. ഇപ്പോൾ മസാലയൊക്കെ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് കുക്കായിട്ടില്ല. എന്നാലും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടിഭാഗം അല്ലെങ്കിൽ ഓവറായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നമ്മളിത് തിരിച്ചിട്ട് കൊടുത്ത ശേഷം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്ത് കൊടുക്കണ്ട. മറ്റേ ഭാഗം അത്ര കുക്കായിട്ടില്ലല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കൊടുത്താൽ മതി. ഈ ഒരു സമയത്തൊക്കെ തിരിച്ചിട്ട് മാത്രം കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ സൈഡിലോട്ട് ഞാൻ ഒരു ഇച്ചിരി എണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു എണ്ണയിൽ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എളുപ്പമാണല്ലോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ കാണാനും ഒരു ഭംഗി തന്നെയാണ് ഇതുപോലെ നമ്മൾ സെർവ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്